my dear students, once again welcome back to differential equations. നമ്മുടെ ഇന്നത്തെ ഈ 15ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the question, solve x plus y into dy by dx is equal to 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x plus y into dy by dx is equal to 1. ഇത് നമുക്കറിയാം, ഇതൊരു ഡയറക്റ്റ് നമുക്ക് ഒരു ലീനിയർ അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് dy by dx ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, dy by dx എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? ഇതിവിടെ നിർത്തി ഇതിപ്പുറത്തേക്ക് വരുമ്പോൾ 1 by x plus y എന്ന് വരും. ഇതിനകത്തുനിന്ന് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അല്ല ഇത്, കാരണം dy യുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ഡിവൈയുടെ കൂട്ടത്തിൽ വൈയുടെ ടേംസും dxന്റെ കൂട്ടത്തിൽ xന്റെ ടേംസും കൊണ്ടുപോകാൻ പറ്റില്ല. ഹോമോജീനിയസും അല്ല. പിന്നെ ആകെ ഉള്ളത് ഒരു ലീനിയറിന്റെ മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ ഇവിടെ വെച്ച് ഒരു ചെറിയ ഡീവിയേഷൻ നടത്തുകയാണ്. ആ ഒരു സ്റ്റെപ്പാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. ഞാൻ ഇതിന്റെ റെസിപ്രോക്കൽ ഒന്ന് കണ്ടുപിടിക്കാം. dx by dy എന്ത് വരും? അപ്പൊ ഇത് x plus y എന്ന് വരും അല്ലെ. ഇത് റെസിപ്രോക്കൽ എടുത്തു, ഇപ്പൊ ഇവിടെയും റെസിപ്രോക്കൽ എടുക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാം. dx by dy minus x is equal to y എന്ന് എഴുതിയാൽ ഇത് എക്സിലുള്ള ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി മാറും അല്ലേ. നോക്കിക്കേ, നമ്മൾ പറയുന്നത് dy by dx plus py is equal to q എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ dx by dy plus px is equal to q എന്നുള്ള ഫോമിലും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അവിടെ p എന്ന് പറഞ്ഞാൽ y യിലുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം, q കംപ്ലീറ്റ്ലി y യിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ഈ കണ്ടീഷൻ എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ x with p is equal to x ന്റെ കൂടെ വരുന്നത് -1 and q is equal to y. ഇനി നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. dx by dy കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇന്റഗ്രൽ p dy ആണ് ഇവിടെ വരുന്നത്, കാരണം എക്സിലല്ലോ വൈയിലാണ്. p dy, so it is the integral -1 dy, that is -1. Therefore integrating factor is e raised to integral p dy, that is e raised to -1. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സൊല്യൂഷൻ ആണ്. Therefore the solution is y into integrating y അല്ല നമുക്ക് വരുന്നത്, y into integrating factor is equal to integral q into integrating factor എന്നാണ് നമ്മുടെ സാധാരണ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ x into integrating factor is equal to integral q into integrating factor dy. ഓക്കെ, ഇനി വാല്യൂസ് കൊടുക്കാം. that is x into integrating factor എന്ന് പറഞ്ഞാൽ e raised to -y is equal to integral q എന്ന് പറഞ്ഞാൽ y ആണ്, e raised to -y dy. okay, so it is x into e raised to -y is equal to integration by parts. First function y, e raised to -y യുടെ integral by -1 minus integral derivative of y with respect to y, that is 1, e raised to -y by -1 dy. okay, so x e raised to -y is equal to, this is minus, ഈ മൈനസ് മുകളിലേക്ക് വരും, y e raised to -y, ഇത് പ്ലസ് ആകും, integral e raised to -y dy. that is x e raised to -y is equal to -y e raised to -y. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to -y by -1 വരും. ആ മൈനസ് ഇങ്ങനെ എഴുതുമ്പോൾ e raised to -y പ്ലസ് c എന്ന് വരും. വേണമെങ്കിൽ നമുക്കൊരു e raised to -y കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് x എന്നാവും, ഇത് -y എന്നാവും, ഇത് -1 എന്നാവും, പ്ലസ് z by e raised to -y ആണ്, അത് മുകളിൽ ചെല്ലുമ്പോൾ z e raised to y എന്നാവും.
നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം. എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു സി ഇ റേസ് ടു വൈ. ദാറ്റ്സ് എ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് എക്സിലുള്ള ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി മാറുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ മക്കളെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 71. Find the general solution of the differential equation y dx minus x plus 2y square into dy equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഇതിനകത്തുനിന്ന് ഈ dy ബൈ ഡി എക്സ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ y dx മൈനസ് എന്നതാണല്ലോ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് പ്ലസ് 2y സ്ക്വയർ ഇൻറ്റു dy എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് dy ബൈ ഡി എക്സ് ഒന്ന് കണ്ടുപിടിക്കാം. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു dy ഇവിടെയുണ്ട്, ഈ ഡി എക്സ് താഴോട്ട് വരുമ്പോൾ y ബൈ എക്സ് പ്ലസ് 2y സ്ക്വയർ എന്നാവും അല്ലെ. ഡിവൈയുടെ കൂട്ടത്തിലേക്ക് എക്സ് പ്ലസ് 2y സ്ക്വയറും എക്സിന്റെ കൂട്ടത്തിലേക്ക് ഡി എക്സിന്റെ കൂട്ടത്തിലേക്ക് y ഇങ്ങോട്ട് വരും. അപ്പൊ കറക്റ്റ് ആയി. പക്ഷെ ഇതിപ്പോ നമുക്കൊരു ഹോമോജീനിയസ് അല്ല. ഇതിന്റെ ഡിഗ്രി 1, ഇതിന്റെ ഡിഗ്രി 2 ആണ്. അപ്പൊ തന്നെ അത് പോയി. പിന്നെ ലീനിയർ അല്ല, മീൻസ് ലീനിയർ അല്ല, വേരിയബിൾ സെപ്പറബിൾ അല്ല. കാരണം ഡിവൈയുടെ കൂട്ടത്തിലേക്ക് ഡി എക്സിന്റെ കൂട്ടത്തിൽ വൈയുടെ ടൈമും ഡിവൈയുടെ കൂട്ടത്തിൽ എക്സിന്റെ വൈയുടെ ടൈമും ഉണ്ട്. അതുകൊണ്ട് അതിനെ അത്തരത്തിലും മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആകെയുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. ഇത് ലീനിയർ ആകുമ്പോൾ dy ബൈ ഡി എക്സിന്റെ ടൈം വൈയുടെ മാത്രം ഒരു ടൈം, വൈ ഇല്ലാത്ത ടൈം, അതും പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് തിരിച്ചൊന്ന് എഴുതുകയാണ് ഡി എക്സ് ബൈ ഡി വൈ. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എക്സ് പ്ലസ് 2y സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എക്സ് ബൈ വൈ പ്ലസ് 2y സ്ക്വയർ ബൈ വൈ എന്ന് പറയുമ്പോൾ 2y എന്ന് വരുമല്ലോ. ഈ വൈയും ഒരു വൈയും കൂടെ വെട്ടിപ്പോയിട്ട് 2y എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? dx by dy minus x by y is equal to 2y. ഓക്കെ, ഇപ്പോൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് dx by dy യുടെ ടേം, പിന്നെ എക്സിന്റെ ഒരു ടേം, പിന്നെ എക്സ് ഇല്ലാത്തൊരു ടേം. സോ ഇറ്റ്സ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ്. ഇറ്റ്സ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ് വിത്ത് ഏതൊക്കെയാണ് നോക്കിക്കേ. പി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ വരുന്നത് -1/y, ക്യൂ എന്ന് പറഞ്ഞാൽ 2y. അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ പി ഡി വൈ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ -1/y dy. ദാറ്റ് ഈസ് -1/y എടുത്ത് log y ആണ്. പിന്നെ നമുക്ക് log y raised to -1 എന്ന് എഴുതാം. കിടക്കട്ടെ. Therefore, integrating factor e raised to integral p dy, that is e raised to log y raised to -1. e raised to log പോയിട്ട് നമുക്ക് y raised to -1, that is 1/y എന്ന് കിട്ടും. That is integrating factor. Therefore, the solution is q in y into solution is y എല്ലാം നമുക്ക് x ലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് x എന്ന് വരും. സോ x into integrating factor is equal to integral q into integrating factor dy എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് implies x into 1/y is equal to integral q 2y into 1/y dy. Okay, so it is x by y is equal to ഈ y വെട്ടിപ്പോവും, ഇന്റഗ്രൽ 2dy എന്ന് വരും. സോ ഇറ്റ് ഈസ് x by y is equal to 2y plus c എന്ന് വരും. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊരു x മാത്രം ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. സോ വിച്ച് ഇംപ്ലൈസ് x is equal to y കൊണ്ട് ത്രോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 2y square plus c1. സോ ദാറ്റ് ഇസ് എ സൊല്യൂഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായോ? ഇത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതിലൊന്നും ഇത്തിരി ഒന്ന് വ്യത്യസ്തമാണ്. എക്സിലേക്ക് മാറുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 72. y solve y dx plus x minus y square into dy is equal to 0. ഇവിടെ നമുക്ക് dy by dx എന്ന് കണ്ടുപിടിക്കാം. സോ y dx is equal to ഇത് അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു dy എന്ന് വരും. ഓക്കെ, സോ
dy by dx എന്ന് പറഞ്ഞാൽ dy by dx എന്ന് പറഞ്ഞാൽ y divided by minus of x minus y square എന്ന് വരും അല്ലേ. ക്രോസ് ചെയ്താൽ നമുക്ക് പഴയതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ഇത് നമുക്കറിയാം, ഇത് ഹോമോജനിയസ് അല്ല, ഡിഗ്രി സെയിം അല്ല, പിന്നെ വേരിയബിൾ സെപ്പറബിളും അല്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ്. കാരണം എക്സിന്റെ ഡിവൈയുടെ കൂട്ടത്തിൽ എക്സിന്റെ ടേമും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പറ്റില്ല. പിന്നെ നമുക്കൊന്ന് ഇത് ലീനിയറും അല്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് എഴുതി നോക്കാം. dx by dy മൈനസ് ഓഫ് x മൈനസ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ y എന്ന് വരും. നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് എക്സ് ബൈ വൈ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ എന്ന് വരും. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് എഴുതാം. dx by dy പ്ലസ് എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു വൈ. ഒരു വൈ വെട്ടിപ്പോ. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ് ആണ് അല്ലെ. വിത്ത് പി എന്ന് പറഞ്ഞാൽ 1 by y, q എന്ന് പറഞ്ഞാൽ y. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ പി ഡി വൈ ആണ്. പി ഡി വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 by y dy, that is log y. Therefore integrating factor is equal to e raised to integral p dy, that is e raised to log y, that is y എന്ന് വരും. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയി. ഇനി നമുക്ക് വേണ്ടത് സൊല്യൂഷൻ ആണ്. സൊല്യൂഷന്റെ ഫോർമുല നമ്മുടെ ഉണ്ടല്ലോ. ഓക്കെ, ഫോർമുല y ഇൻറ്റു y അല്ല, ഇവിടെ x ആണ് വരിക. സോ x ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dy ആണ്. സോ x ഇൻറ്റു y ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q എന്ന് പറഞ്ഞാലും y ആണ്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറും y ആണ്, dy. That is xy is equal to integral y square dy. y സ്ക്വയറിന്റെ ഇന്റഗ്രൽ നമുക്കറിയാമല്ലോ. y സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? y cube by 3 വരും. So xy is equal to y cube by 3 plus c. So that's a solution. വേണേ നമുക്ക് x ഒക്കെ വേണേ കണ്ടുപിടിക്കാം, വേണ്ട ഇത്ര എഴുതിയാൽ മതിയാവും. So this is a solution. So xy is equal to y cube by 3 plus c. Okay മക്കളെ? Okay. So here is the next question, question number 73. Solve x plus 3y square into dy by dx is equal to y, where y greater than 0. ഇവിടെ നമുക്ക് dy by dx ഒന്ന് കണ്ടുപിടിക്കാം. dy by dx is equal to y divided by x plus 3y square. നമുക്കറിയാം ഇതൊരു വേരിയബിൾ സെപ്പറബിൾ അല്ല, ഹോമോജീനിയസും അല്ല. ഇത് ഡിഗ്രി 2, ഇത് ഡിഗ്രി 1, ഇത് ഡിഗ്രി 1, ഹോമോജീനിയസ് അല്ല. പിന്നെ ഉള്ളത് ലീനിയർ ആണ്. ഇതിപ്പോൾ നേരിട്ടൊരു ലീനിയർ അല്ല. അപ്പോൾ നമ്മളൊന്ന് റെസിപ്രോക്കൽ എടുത്ത് നോക്കുക. dx by dy is equal to തിരിച്ചു വരുമ്പോൾ x plus 3y square divided by y എന്ന് വരും. That can be written as x by y സ്പ്ലിറ്റ് ചെയ്തു plus 3y square by y. ഒരു y കട്ടായി പോകും. അപ്പോൾ നമുക്ക് dx by dy is equal to x by y plus 3y. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ മാറ്റാം. dx by dy minus x by y is equal to 3y അല്ലേ. അപ്പോൾ dx by dy യുടെ ടൈം പിന്നെ എക്സിന്റെ ഒരു ടൈം എക്സ് ഇല്ലാത്ത ടൈം, അപ്പോൾ ഒരു ലീനിയർ ആയി. This is a linear differential equation. Linear differential equation with p യുടെ സ്ഥാനത്ത് x ന്റെ കൂടെ ഉള്ളത് minus 1 by y and q ന്റെ സ്ഥാനത്ത് 3y. Okay, so integral p dy is equal to integral minus 1 by y dy, that is minus log y. നമുക്ക് നേരത്തെ ഇതുപോലെ log y raised to minus 1 എന്ന് എഴുതാം. ലോവർ എടുക്കുമ്പോൾ മൈനസ് താഴോട്ട് പോരുമല്ലോ. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇന്റഗ്രൽ e raised to integral p dy, that is e raised to log y raised to minus 1.
ആസ് യൂഷ്വൽ ഇയും ലോഗും പോയിട്ട് നമുക്ക് y raised to minus 1 that is 1 by y എന്ന് എഴുതാം. ഓക്കെ, therefore the solution is നമുക്ക് x into integrating factor is equal to integral q into integrating factor dy എന്ന്. That is x into integrating factor is 1 by y is equal to integral q എന്ന് പറഞ്ഞാൽ 3y ആണ് into 1 by y dy. y cancel ആയി പോകും. So x by y is equal to integral 3 dy എന്ന് പറയും. Okay, so x by y is equal to 3y plus c എന്ന് വരും. നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. സോ x is equal to 3y square plus cy. Okay, so that's the solution. x is equal to 3y square plus cy. അപ്പോൾ മക്കളെ ഈ ടൈപ്പ് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏത് ഫോമിലാന്ന് നോക്കുക. ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ ഹോമോജീനിയസ് ആണ് നോക്കുന്നത്. ഡിഗ്രി എല്ലാം സെയിം ആണെങ്കിൽ ഹോമോജീനിയസ് ആണല്ലോ. ഇനി രണ്ടാമത് നോക്കേണ്ടത് അത് വേരിയബിൾ സെപ്പറബിൾ ആണെന്ന് നോക്കുക. എക്സിന്റെ കൂടെ ഡി എക്സിന്റെ കൂട്ടത്തിലേക്ക് എക്സിന്റെ ടേംസും ഡി വൈയുടെ കൂട്ടത്തിലേക്ക് വൈയുടെ ടേംസും കൊണ്ടുപോകാൻ സാധിച്ചാൽ അതൊരു വേരിയബിൾ സെപ്പറബിൾ ആയി. അതല്ല പിന്നെ നമ്മുടെ ലീനിയറിന്റെ ഫോമിലേക്ക് മാറ്റുക. ലീനിയറിന്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് നേരിട്ട് ഡി വൈ ബൈ ഡി എക്സ് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് തിരിച്ച് റെസിപ്രോക്കൽ എടുത്ത് നോക്കുക. അപ്പോൾ കിട്ടിയാൽ നമുക്ക് അത്തരത്തിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, so here is the next question. ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. Solve tan inverse y minus x into dy is equal to 1 plus y square into dx. ഇവിടെ നമുക്ക് dy by dx ഒന്ന് കണ്ടുപിടിക്കാം. dy by dx is equal to 1 plus y square divided by tan inverse y minus x. നമുക്കറിയാം ഹോമോജീനിയസ് അല്ല. ഇവിടെ 2 ഡിഗ്രി, ഇവിടെ ഡിഗ്രി 0 ആണ്. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അല്ല വേരിയബിൾ സെപ്പറബിൾ അല്ല എന്ന് ഇവിടെ തന്നെ ഡിവൈയുടെ കൂട്ടത്തിൽ എക്സിന്റെ ടേം കൊണ്ട് വരുന്നതുകൊണ്ട് നമുക്കത് അറിയാം. അപ്പോൾ പിന്നെ ഹോമോജീനിയസ് മീൻസ് ലീനിയർ ആണ്. അപ്പോൾ പിന്നെ ഈ ലീനിയറിന്റെ ഇത് ഡയറക്റ്റ് ലീനിയർ അല്ല. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചെഴുതി നോക്കാം. dx by dy tan inverse y minus x by 1 plus y square. ഒന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. dx by dy is equal to ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് tan inverse y by 1 plus y square minus x by 1 plus y square. Okay, integrating factor is equal to e raised to integral p dy. Okay, so that's equal to e raised to integral നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് e raised to tan inverse y. Okay, therefore the solution is x into integrating factor is equal to integral q into integrating factor dy. That is x into e raised to tan inverse y is equal to integral q. നമുക്കറിയാം tan inverse y divided by 1 plus y square എന്നാണ് into e raised to tan inverse y dy. Okay, that is x into e raised to tan inverse y is equal to ഇവിടെ കുറേയധികം ടേമുകളുണ്ട്. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് ഒന്നും കൂടെ ഒന്ന് എഴുതാം. ഇതിനെ e raised to tan inverse y divided by 1 plus y square into dy. ഇവിടെ ഞാൻ ഈ tan inverse yക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ du by dy എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 by 1 plus y square എന്ന് വരും tan ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് du എന്ന് പറഞ്ഞാലോ, സോ du is equal to ഇത് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും dy by 1 plus y square എന്ന് വരും.
അപ്പൊ ഇത് എക്സ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് വൈ അതവിടെ കിടന്നോട്ടെ. നമുക്ക് ഇന്റഗ്രേഷന് മാത്രമേ ഉള്ളൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുള്ളൂ. ടാൻ ഇൻവേഴ്സ് വൈക്ക് പോലെ യു എന്ന് വരും. അപ്പൊ ഇത് ഇ റേസ് ടു യു യു ഡി വൈ ബൈ 1 + y സ്ക്വയറിന് ഡി യു എന്ന് വരും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറി. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു യു മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു യു ഇസ് 1 into e raised to u du. That is u e raised to u minus e raised to u integral അത് തന്നെ plus c x into e raised to tan inverse y. Okay, തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is x into e raised to tan inverse y is equal to u എന്ന് പറഞ്ഞാൽ tan inverse y ആണ്. e raised to tan inverse y minus e raised to tan inverse y plus c. ഒരു tan inverse e raised to tan inverse y കൊണ്ടൊന്ന് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ x എന്ന് വരും, ഇത് tan inverse y എന്ന് വരും, മൈനസ് 1 എന്ന് വരും, പ്ലസ് c ബൈ e raised to tan inverse y. Okay, that is x is equal to tan inverse y minus 1 ഒരുമിച്ച് എഴുതാം, പ്ലസ് സി ഇൻറ്റു ഇത് മുകളിലേക്ക് ഇല്ലുമ്പോൾ ഇ റേസ് ടു മൈനസ് tan inverse y എന്ന് എഴുതാം. സോ ദാറ്റ്സ് എ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ നമ്മൾ ചെയ്തത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സാധനമാണ്. അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് അതിന് പ്രത്യേകം കെയർ എടുത്ത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ അകത്തെ അവസാന സെക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സെക്ഷനോടെ നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കതിനകത്ത് 3 ടൈപ്പ് സാധനങ്ങളാണ് പഠിക്കാനുണ്ടായിരുന്നത്. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണെന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ അത്രയും തവണ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫോർമേഷൻ പഠിച്ചു. പിന്നെ നമ്മൾ അതിനിടയ്ക്ക് ഒരു സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് ആണ് പഠിച്ചത്. എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നമുക്കതിനകത്ത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള അത് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി. അപ്പോൾ അതിനുവേണ്ടിയുള്ള പല മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന്. അതിന് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ എഫ് ഓഫ് dy by dx-ന് പകരം നമ്മൾ എഫ് ഓഫ് എക്സ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ കണ്ടുപിടിച്ചു. എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു ലാംഡ റേസ് ടു 0 ഇൻറ്റു നമുക്ക് ആ തരത്തിൽ എഴുതാൻ സാധിച്ചാൽ ലാംഡ റേസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ആ ഫോമിൽ എഴുതാൻ സാധിച്ചാൽ അതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അതിന് y ഈസ് ഈക്വൽ ടു വി എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് അത് സിംപ്ലിഫൈ ചെയ്തത്. പിന്നെ നമ്മൾ അടുത്ത ഒരു മെത്തേഡ് പഠിച്ചത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ഷുവറായിട്ട് ചോദിക്കുന്നതുമായുള്ള ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉറപ്പാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചത് ഇത്തിരി വ്യത്യസ്തമാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ അവസാന ഭാഗം പഠിച്ചത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നമ്മുടെ കാൽക്കുലസ് എന്ന് പറഞ്ഞ അതിവിശാലമായ ഒരു ചാപ്റ്ററിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു എൻഡാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നത് ഡിഫറൻഷ്യൽ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടായിരുന്നു, ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ആപ്ലിക്കേഷൻ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്റഗ്രേഷനിലേക്ക് വന്നു. ഇന്റഗ്രേഷൻ തന്നെ രണ്ടായിട്ട് തിരിച്ചു, ഇൻഡെഫിനിറ്റ് ഉണ്ട്, ഡെഫിനിറ്റ് ഉണ്ട്. പിന്നെ
അതിനുശേഷം ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്. അതിനും ശേഷമാണ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നേ. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്സിന്റെ ഒരു മോർ ദാൻ 50%, ഒരു 60 to 70% വരുന്നത് നമ്മുടെ ഈ കാൽക്കുലസ് ആണ്. അപ്പം ഇത് വളരെ നന്നായിട്ട് പഠിക്കുക. പഠിച്ച ഭാഗങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ കാണാം. Till then, goodbye.